ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ചോദിക്കുകയാണ് ശ്രുതിനോട്, ശ്രുതി വീട്ടിലേക്ക് പോകുന്നില്ലേ? ആടിമാസത്തിൽ അമ്മയുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് എന്നാ മോള് വീട്ടിലേക്ക് പോകുന്നത്? അതാൻറ്റി, മലേഷ്യയിൽ ആടി ഇല്ല, ആടിമാസം മലേഷ്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ചടങ്ങൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, നമ്മുടെ നാട്ടില ഇതുപോലെയുള്ള സ്റ്റുപ്പിഡ് ചടങ്ങുകളൊക്കെ ഉള്ളത്, ഫോറിൻ കൺട്രീസിൽ ഇതൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അതെ, ഞാൻ മലേഷ്യയിൽ നിന്ന് വരുന്നത് വരെ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല. മോളെ, ഏത് രാജ്യത്ത് ജീവിച്ചാലും നമ്മുടെ സ്വന്തം രാജ്യത്തെ ആചാരങ്ങളും സംസ്കാരങ്ങളും ഒന്നും മറക്കാൻ പാടില്ല. അതിനെയൊക്കെ പിന്തുടർന്ന് വേണം നമ്മൾ ജീവിക്കാൻ. ആടിമാസത്തില് അമ്മ വീട്ടില്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കാൻ അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി ഓർത്തത്, അയ്യോ മോൾക്ക് അമ്മയില്ലല്ലോ അല്ലേ, അത് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ, ക്ഷമിക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രയുടെ മുഖം അങ്ങ് ലോറി വിളിച്ചു പോയി കേട്ടോ, അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അല്ല മോക്ക് അമ്മ വീടില്ലെങ്കിൽ വേണ്ട, മോള് എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, മോളെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അയ്യോ പിന്നെ നീ എന്താ അവിടെ റിസോർട്ട് നടത്തുകയാണോ? ആളുകളെ വിളിച്ച് സൽക്കരിച്ച് അവിടെ താമസിക്കാൻ, ഇടിഞ്ഞു പൊളിയാറായ ആ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ താമസിക്കാൻ സൗകര്യമില്ല, എന്നിട്ടാണോ ഇപ്പൊ എന്റെ ശ്രുതിമോളെയും കൂടെ വിളിക്കുന്നത്? ഓ ദേ, നീ കൂടുതൽ വിനയം കാണിച്ച് അങ്ങ് വലിയ ആളാകാൻ നോക്കല്ലേ. അവളെ ബംഗ്ലാവിൽ കഴിയുന്നവളാ, അവളോടാണോ നിന്റെ ചെറ്റക്കുടില് താമസിക്കാൻ വേണ്ടി പറയുന്നത്? നിനക്ക് നാണമില്ലടി ഇങ്ങനെയൊക്കെ അവരോട് ചോദിക്കാന്? അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, ഈ വീടിന്റെ വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ, അവിടെ താമസിക്കുന്നവരുടെ മനസ്സിന്റെ വലിപ്പമാ മുഖ്യം, അതാ ആദ്യം നോക്കേണ്ടത്. സ്വന്തം മകളെ പോലെ കണ്ട് ശ്രുതിയെ വീട്ടിൽ കൊണ്ട് പോകാൻ ലക്ഷ്മി തയ്യാറായില്ലേ, അതാടി അവളുടെ മനസ്സിന്റെ നന്മ. അത് വല്ലതും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമോ? നിനക്കതൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ അമ്മേ, അവരാരെ കൂട്ടാനാണോ വന്നത് അവരെയും കൂട്ടിയിട്ട് പോകാൻ പറ, അല്ലാതെ ഇവിടെ ശ്രുതിയെ കൊണ്ടുപോകാനൊന്നും ആരും ശ്രമിക്കണ്ട, ഞാനൊട്ട് വിടുകയും ഇല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ, അമ്മേ ഞങ്ങള് അപ്പുറത്തേക്ക് പൊക്കോട്ടെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചന്ദ്രയോട് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴാണ് നമ്മുടെ സച്ചി കയറി വന്നത്. സച്ചി ചോദിച്ചു, ഇതെപ്പോഴാ അമ്മ വന്നത്? അപ്പൊ അത് പിന്നെ മോനെ കുറച്ചു നേരമായി. എന്തിനാ എണീക്കുന്നത്? ഇരിക്കുക, രേവതി ഇവർക്ക് കുടിക്കാൻ കൊടുത്തില്ലേ? അത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അത് മോനെ കുടിക്കാനൊന്നും വേണ്ട, പെട്ടെന്ന് പോയേക്കാം, ഞാന് രേവതിനെ കൂട്ടാൻ വേണ്ടി വന്നതാ. ഓ കടയിൽ തിരക്കുണ്ടോ? കൊണ്ടുപോയിക്കോ, ഞാൻ വൈകുന്നേരം വരുമ്പോ തിരികെ കൊണ്ടുവന്നോളാം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്ന് കുഞ്ഞി എന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, അല്ല മോനെ, ഈ മാസം അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ, ഇത് ആടിമാസം അല്ലേ. ഈ മാസം രേവതി അമ്മയുടെ കൂടെ നിൽക്കാനോ? ആടിമാസമോ? ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെന്താ? എന്താ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല മോനെ, ആടിമാസം അല്ലേ, അതുകൊണ്ട് അവള് പോട്ടെ. അല്ല ആടിമാസത്തിൽ എന്താ പൂജ വല്ലതും നടത്തുന്നുണ്ടോ വീട്ടില്? അങ്ങനെയല്ല മോനെ, ആടിമാസത്തില് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ചെറുക്കനും പെണ്ണ് രണ്ടായിട്ടിരിക്കണം, പെണ്ണ് അമ്മ വീട്ടിൽ താമസിക്കണം എന്നാര് പറഞ്ഞു? അതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞതാടാ, നിനക്കതൊന്നും മനസ്സിലായില്ലേ? എന്റെ പൊന്നച്ച, ഇതൊക്കെ പണ്ട് എന്നോട് പറയണ്ടായിരുന്നോ? ഞാനിത് സിനിമയെ കണ്ടിട്ടുണ്ട്. ആടിമാസത്തില് പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ പിന്നെ രാത്രിയൊക്കെ പെണ്ണിനെ കാണാൻ വേണ്ടി ചെറുക്കൻ ഇവിടുന്ന് പോകുന്നതൊക്കെ. ഈ ചടങ്ങൊക്കെ വേണോ? ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? അത് പിന്നെ കൊണ്ടുപോയേ പറ്റൂ. ഈ മാസം ഭാര്യയും ഭർത്താവും അകന്ന് നിൽക്കണം, ഒന്നിച്ച് ചേരാൻ പാടില്ല. അതാ ഞാൻ രേവതിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത്. അങ്ങനെയാ വേണ്ടത് മോനെ. ആചാരങ്ങളുടേതായ രീതിയിൽ നടക്കട്ടെ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ഇതിൻ്റെതായ രീതിയിൽ നടക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ നടക്കണം. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിനക്കറിയാമോ? അതെ, കർക്കിടക മാസത്തിലെ കുഞ്ഞുങ്ങൾ ജനിക്കാൻ പാടില്ല. ഈ കാറ്റും കോളും ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പല കഷ്ടതകളും ഉണ്ടാകും. അതുപോലെ നമുക്കും ഒക്കെ. അതുകൊണ്ടാണ് പറയുന്നത് ആടിമാസത്തില് വേർതിരിഞ്ഞ് നിൽക്കണമെന്ന്. അമ്മേ, ഇതെന്നാ പിന്നെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അങ്ങ് സമ്മതിക്കില്ലായിരുന്നോ? ഇതിപ്പം എല്ലാവരും കൂടി അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതെ, ചെറിയ വയസ്സിലെ അച്ഛൻ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അതൊന്നും പഠിപ്പിക്കാതെ അല്ലേ എന്നെ വളർത്തിയത്. അത് പിന്നെ മോനെ, രേവതിനെ ഞാൻ വിടാൻ ആഗ്രഹിച്ചൊന്നുമില്ല.
എനിക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ നിന്റെ അമ്മ അങ്ങനെയല്ല. നിന്റെ അമ്മയ്ക്ക് ഭയങ്കര കരുതലാ രേവതിയോട്. അതും കൊണ്ട് രാത്രി 1 മണിയായപ്പോഴത്തേക്ക് ലക്ഷ്മീനെ വിളിച്ചു പറഞ്ഞു, ഓ ഓ ഓ അപ്പൊ ഇത് മനസ്സിലായി, ഇത് അമ്മ ചെയ്ത പണിയാ അല്ലേ? അപ്പൊ കാരണം വേറെയാ. ആ, എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? എന്ത് കാരണം? ഞാനൊരു കാരണം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ചെയ്തത്. ഓ പിന്നെ അമ്മ കൂടുതൽ പറയൊന്നും വേണ്ട, കാരണം എന്താണെന്ന് എനിക്കറിയില്ല, അത് അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നിർത്തടാ, പോട്ടെ, ഏതായാലും ആടിമാസത്തിൽ പോകേണ്ട ആ ഒരു ആചാരം നമ്മൾ പാലിക്കണം. ഏതായാലും പോട്ടെ, അവൾ പോയിട്ട് 1 മാസം വീട്ടിൽ പോയി നിന്നിട്ട് വരട്ടെ, രേവതിക്കും ഒരു സന്തോഷമാകട്ടെ, രേവതിക്കും കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിനെ തന്നെ നോക്കുകയാണ് കേട്ടോ. രേവതിക്കും മുഖത്ത് ഒരു സങ്കടമുണ്ട്, സച്ചിക്കും മുഖത്ത് ഒരു സങ്കടമുണ്ട്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ, നിങ്ങൾ ഈ പരസ്പരം മുഖത്ത് നോക്കിക്കൊണ്ട് നിൽക്കാതെ രേവതി മോളെ വേഗം പോയി റെഡിയായിട്ട് വാ, സമയം പൊക്കോണ്ടിരിക്കുകയല്ലേ, മോള് പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി പതിയെ ഒന്ന് സച്ചിനെയൊക്കെ നോക്കിയിട്ട് നേരെ റൂമിലേക്ക് പോകുക ഒരുങ്ങാൻ വേണ്ടി. ഈ സമയം കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും അതുപോലെ ദേവുവിനെയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തും ദേവും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദേവു ചോദിച്ചു, നിങ്ങൾ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞോ? ഞാൻ ദേവു നിന്നോട് പറഞ്ഞല്ലേ അവള് എന്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്ന്, പിന്നെ അത് കള്ളാണെന്ന് എനിക്കറിയാലോ, നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അവൾ ആരുടെ മോളാണെന്ന്, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ദേവു, അതിന്റെ കാര്യമുണ്ടോ? അല്ല, അവൾ എന്ത് പറയുന്നു ശ്രീകാന്തെ? അവള് വിളിച്ചോണ്ടിരിക്കുക, ഞാൻ ഫോൺ എടുക്കാറില്ല, എന്തിനാ വെറുതെ അവളെ വിഷമിപ്പിക്കുന്നത്? പാവല്ലേ ശ്രീകാന്തെ വർഷ, പാവം അവള്, അവൾക്ക് നല്ല വിഷമവും ഉണ്ടാകും. എന്നാലും വേണ്ട ദേവു, സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തിനാണ് വെറുതെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നത്? അതിന്റെ കാര്യമില്ലല്ലോ, എപ്പോഴും ഒരകലം പാലിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. ശ്രീകാന്തിന് വിഷമമുണ്ട്. ഇതേ സമയം നമ്മുടെ സച്ചി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ രേവതി ആണെങ്കിൽ ഒരുങ്ങാൻ വേണ്ടി ടോയ്ലറ്റിനകത്തോ ബാത്റൂമിനകത്തോ എങ്ങാണ്ടോ കയറി നിൽക്കുകയാണ്. അപ്പം രേവതി ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഒരുങ്ങിയിട്ടൊക്കെ ഇറങ്ങി വന്നു, അപ്പം ബാഗൊക്കെ പിടിച്ച് ഇറങ്ങി വരികയാണ് കേട്ടോ. റൂമിന് വെളിയിലേക്കാണ് വരുന്നത്, റൂമിന്റെ വെളിയിലാണ് സച്ചി നിൽക്കുന്നത്. അപ്പൊ രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ ബാഗ് ഇങ്ങ് തരാൻ പറഞ്ഞു. ഹേയ് കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം സച്ചേട്ടാന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും വേണ്ട, അതിങ്ങ് നീ താ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അതെ എല്ലാ ഡ്രസ്സും എടുത്ത് ഞാൻ ഷെൽഫിൽ തേച്ച് വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കണേ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ്ട, വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ രാത്രി കാർ ഓടിക്കാനൊന്നും പോവരുത്. നീ വിദേശത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, ഇതുപോലെ എന്നെ അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞു തന്നിട്ട് നീ പോകാന്. അതെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഞാൻ നോക്കിക്കോളാം. അതെ, ഇനിയിപ്പോൾ 1 മാസം കഴിയണം ഇനി കാണണമെങ്കിൽ. അതിന് സിനിമയിൽ 1 മാസമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നതല്ലേ ഈ ഭാര്യനെ ഭർത്താക്കന്മാർ രാത്രി, ഞാൻ പറഞ്ഞില്ലേ അതുപോലെ. അത് സിനിമയിലല്ലേ, അത് സിനിമയിൽ അങ്ങനെയൊക്കെ പറ്റും, എന്നെ കാണാതിരിക്കാൻ പറ്റുമായിരിക്കും അല്ലേ എന്നിങ്ങനെ രേവതി ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ചെറിയൊരു സങ്കടമൊക്കെ ആയിട്ടോ മുഖത്ത്. എന്നിട്ട് സച്ചി പറഞ്ഞു, അല്ല രേവതി, നിനക്ക് എന്തു തോന്നുന്നു? ഞാനിപ്പം എന്താ പറയുക എന്നിങ്ങനെ രേവതി പറഞ്ഞു. അതെ, ഞാൻ എന്നും വിളിക്കൂ കേട്ടോ, ഓട്ടത്തിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിച്ചാൽ മതി, ഏതായാലും വിളിക്കാതിരിക്കരുത് കേട്ടോ, എനിക്കെന്നും ഈ സ്വരം കേൾക്കണം, എനിക്ക് ഈ സ്വരം കേട്ടില്ലേ ഉറക്കം വരില്ല എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് അവിടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് ബാഗ് തൂക്കിയിരിക്കുന്ന നമ്മുടെ സച്ചിയോട് പറഞ്ഞു, മോനെ ബാഗ് എനിക്ക് താൻ, ഞാൻ പിടിക്കാം. വേണ്ടമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുതരാം, എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവിടാം. അതും വേണ്ട, ഇങ്ങോട്ടേക്ക് വന്ന ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഓട്ടോയിൽ തന്നെ ഞങ്ങൾ പൊക്കോളാം. മോളെ ബാ, ഇനി താമസിക്കണ്ട, നമുക്ക് ഇറങ്ങാം, രാഹുകാലത്തിന് മുമ്പേ നമുക്ക് വീട്ടിൽ ചെല്ലണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിനെ ആ ഒരു മിറ്റം വരെ കൊണ്ടാക്കാനായിട്ട് സച്ചി പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ ദേവുവിനെയാണ്. അപ്പൊ ശ്രീകാന്തും ദേവു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രൻ ഇങ്ങോട്ട് വന്നിട്ട്, എടാ നീ എന്താണ് ഇതുവരെ റെസ്റ്റോറൻറ്റിൽ പോകാത്തത്? മര്യാദയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോകാൻ നോക്ക്. അതമ്മേ, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് പൊക്കോളാം. അപ്പോഴത്തേക്കാണ് രേവതി ഇറങ്ങി വന്നത്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഏടത്തി പോവുകയാണോ? ഞാൻ പോകുക മോനെ, ഞാൻ പോയിട്ട് വരാട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പതുക്കെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, കുടുംബം മൊത്തം ഇവിടെ കയറി പറ്റാനാ നോക്കുന്നതെന്ന്. ഇത് നമ്മുടെ സച്ചി കേട്ടപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അയ്യോ വേണ്ട, നല്ലൊരു ദിവസമായിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ രേവതി രവീന്ദ്രനെ കണ്ട ഉടനെ, അതെ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം കേട്ടോ അച്ഛാന്ന് പറഞ്ഞപ്പം, അതെ അതൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ, രാഹുകാലത്തിന് മുമ്പ് നീ ഇറങ്ങാൻ നോക്ക് രേവതി എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര രേവതിനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് അറിയിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ നമ്മുടെ രേവതി
നേരെ പൂജാമുറി പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ രവീന്ദ്രനോടും ചന്ദ്രയോടും പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, ശ്രുതിയോടും കൂടി പോയി പറഞ്ഞിട്ട് വന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു അതൊന്നും വേണ്ട, അവരെ ശല്യമൊന്നും ചെയ്യേണ്ടെന്ന്. ഇപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അതൊന്നും ശരിയാവത്തില്ല, നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി നേരെ പോവുകയാണ് ശ്രുതിയുടെ അടുത്തേക്ക്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് വാതിലിൽ ഇങ്ങനെ കൊട്ടി കേട്ടോ. വാതിലെ കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ വാതിൽ തുറന്ന് ഇറങ്ങി വന്നു. അപ്പൊ ശ്രുതി ചോദിച്ചു, എന്താ ഫുഡ് റെഡിയായോ? ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നാണോ? സാക്ഷിക്ക് ദേഷ്യം വന്നിട്ട്, ഇവളെന്താ ഹോട്ടലിലെ പാചകക്കാരി വല്ലതും ആണോ? അതെ, അടുക്കളയിൽ പോയി കഴിക്കുക, ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക, ഇല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക, അല്ലാതെ രേവതിക്ക് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരലൊന്നും അല്ല പരിപാടി എന്ന് പറഞ്ഞപ്പം രേവതി പറഞ്ഞു, ഒന്ന് നിർത്ത്. അതെ ശ്രുതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം, അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എങ്കിൽ ശരി, പിന്നെ രേവതി പോയിട്ട് വാന്നും പറഞ്ഞു നമ്മുടെ ശ്രുതി. ഏതായാലും രേവതി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് നല്ലൊരു തട്ട് കൊടുത്തു. കിട്ടിയ അവസരം പാഴാക്കാതെ ഒരു 1.5 തട്ട് തന്നെയാണ് നമ്മുടെ സച്ചി കൊടുത്തത്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഭയങ്കര വിഷമമാണ് കേട്ടോ, രേവതിക്കും അതെ സച്ചിക്കും അതെ, വല്ലാത്ത സങ്കടമാണ്. അപ്പോഴത്തേക്കും ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ലക്ഷ്മിയും ദേവും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ സച്ചിക്ക് മനസ്സിലായില്ല, എന്താണെന്ന് സച്ചിക്ക് മനസ്സിലായില്ല. അപ്പൊ സച്ചി നമ്മുടെ രേവതിയുടെ കൂടെ ചെല്ലുവോ എന്നൊരു ചെറിയ പേടി ലക്ഷ്മിക്കുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയത്. ഏതായാലും രേവതിയോട് ലക്ഷ്മി പറഞ്ഞു, ബാ പോകാം മോളെ, നമുക്ക് ഇനിയിപ്പം നിൽക്കണ്ട, ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അവര് അങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് ഇറങ്ങുകയാണ്. ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ, ചങ്കിലിടുപ്പോടു കൂടി തന്നെ, എന്തോ ഒരു വല്ലാത്ത ഫീലിങ്ങോട് കൂടി തന്നെ നമ്മുടെ രേവതിനെ ലാസ്റ്റായിട്ട് സച്ചി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് നമുക്കും ചെറിയ വിഷമമൊക്കെ വരും കേട്ടോ. നമ്മുടെ സച്ചിയുടെ ആ ഒരു നോട്ടത്തിലുണ്ട് രേവതിയോടുള്ള സ്നേഹവും രേവതിയോടുള്ള ആ ഒരു കെയറിങ്ങും ഒക്കെ. അങ്ങനെ ഓട്ടയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി തിരിച്ചൊന്ന് നോക്കി ഒരു ടാറ്റയും കൊടുത്തു. നമ്മുടെ സച്ചി ഒരു ടാറ്റയൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സച്ചിക്ക് എന്തോ ഹൃദയം പറിച്ചെടുത്ത് മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുക. പക്ഷെ സച്ചിക്ക് കരയാൻ പറ്റില്ല, സ്വാഭാവികം. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, എന്താ ആൾക്കാർ ചിന്തിക്കുക, വീട്ടിലുള്ളവരാണെങ്കിലും എന്താ ചിന്തിക്കുക. അതുകൊണ്ട് ഈ ആണുങ്ങൾ കൂടുതൽ ഈ ഒരു സമയത്തൊന്നും കരയാറില്ലല്ലോ, വേദനയൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ചു വെച്ചോണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സച്ചി നേരെ തിണ്ണയിലങ്ങ് ഇരുന്ന് കേട്ടോ. ഇരുന്ന് കുറച്ചു നേരം എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുകയാണ്. വേറെ ഒന്നുമല്ല ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മുടെ രേവതി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് നമ്മുടെ രേവതി ഇങ്ങനെ കിളികിലാ വർത്താനം പറയുകയൊക്കെയും, പിന്നെ പണ്ടിങ്ങനെ നമ്മുടെ രേവതിയോട് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ദേഷ്യം വന്ന് ഓരോന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്നേഹത്തോട് ഓരോന്ന് പറയുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ സച്ചി ആ തിണ്ണയിൽ ഇരിക്കുന്നത്. ഏതായാലും കരഞ്ഞില്ലെന്നൊന്നും പറയണ്ട, നമ്മുടെ സച്ചി അതൊക്കെ ഓർത്തിട്ട് ചെറിയ രീതിയിൽ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് തന്നെ കേട്ടോ അവിടെ ഇരിക്കുന്നത്. നമുക്ക് കാണുമ്പോഴും ചെറിയ സങ്കടമൊക്കെ തോന്നുവേ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനാണ്. അപ്പൊ ശ്രീകാന്ത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. നമ്മുടെ വർഷ ആയിക്കോട്ടെ ശല്യം ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ വർഷ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നില്ല, ഫോൺ കട്ടാക്കി വിടുക. നമ്മുടെ വർഷയ്ക്കാണെങ്കിലോ ദേഷ്യം വരികയാണ് കേട്ടോ, ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ട് നമ്മുടെ വർഷയ്ക്ക്. അപ്പൊ ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, എടാ ആ പെണ്ണാണോ വിളിക്കുന്നത്, നീ എന്താടാ ഫോൺ എടുക്കാത്തത്, നീ ഫോൺ എടുക്ക എന്നിങ്ങനെ പറഞ്ഞപ്പം ഹേയ് ഫോൺ എടുക്കുന്നില്ല. അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീകാന്തേ? ഹേയ് ഒന്നുമില്ല, നീ ചെല്ല് എന്നിങ്ങനെ പറഞ്ഞു. വീണ്ടും നമ്മുടെ വർഷം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും എടുക്കുവാണെങ്കിൽ എടുക്കൂലോ എന്നോർത്താ വീണ്ടും വിളിക്കുന്നത്. അപ്പോഴും നമ്മുടെ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ വർഷയാണെങ്കിൽ ഇവൻ എന്താ ഫോൺ എടുക്കാത്തത്, എന്ത് പറ്റി ഇവന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ ഒരു വഴിയെ. ഏതായാലും റെസ്റ്റോറൻറ്റിന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കാം. അപ്പൊ റെസ്റ്റോറൻറ്റിന്റെ ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ഒരു ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട്, അങ്ങോട്ടേക്ക് നമ്മുടെ വർഷ വിളിക്കുക. എന്നിട്ട് ചോദിച്ചു, അവിടെ ഷെഫ് ശ്രീകാന്ത് ഉണ്ടോ? ഞാനേ വർഷയാ, ശ്രീകാന്തിന്റെ ഫ്രണ്ടാ, അവൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കുവോ? അപ്പോഴത്തേക്കുമാണ് ശ്രീകാന്തിനെ വിളിച്ചത്. ആ ഒരു ഓണർ വിളിച്ചിട്ട്, അതേ ശ്രീകാന്തിന് ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ ഏതായാലും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെന്നു. അത് പിന്നെ ആരാണ് സാർ? അത് വർഷയാന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ഒന്ന് വലിഞ്ഞിട്ട് പറഞ്ഞു, അതെ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാം പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വർഷയോട് അയാൾ പറഞ്ഞു, അതെ ശ്രീകാന്ത് ഇവിടെ ഇല്ല, ശ്രീകാന്ത് കുറച്ചു മുമ്പേ പോയി എന്ന് പറഞ്ഞു. പക്ഷെ ഈ പറയുന്നത് നമ്മുടെ വർഷ കേട്ടോ. വർഷ അത് കേട്ടത് കൊണ്ട് തന്നെ വർഷയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി തന്നെ അവഗണിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നത് ഒക്കെയെന്ന്. പക്ഷെ എന്തിനാണെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ ശ്രീകാന്തിന്റെ ഫോൺ അവിടെ ടേബിളിൽ വെച്ചിട്ട് ശ്രീകാന്ത് ഫോൺ കൊടുക്കാൻ മറന്നുപോയി. ഏതായാലും ശ്രീകാന്തിന്റെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങ് പോയി.
ഏതായാലും വർഷ സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്നും സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സംസാരിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന വിഷമം അതാണ് നമ്മുടെ വർഷയ്ക്കുള്ളത്. അങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ വർഷേനെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ സച്ചിക്ക് രേവതിയോടുള്ള സ്നേഹം എന്താണെന്ന് നിങ്ങളൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഓരോ എപ്പിസോഡുകളും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം രേവതിനെ കാണാതിരിക്കുന്ന സച്ചി ഓരോ ചെറിയ കുട്ടിക്കുറുമ്പുകളൊക്കെ കാണിച്ച് നമ്മുടെ രേവതിയുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇന്ന് പറഞ്ഞില്ലേ സിനിമയിലെ പോലെ, അപ്പൊ സിനിമയെ പോലെ തന്നെയൊക്കെ നമ്മുടെ സച്ചിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല നല്ല നിമിഷങ്ങളാണ്. നമുക്ക് എന്താ പറയുക, കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആയ സീനുകളൊക്കെ തന്നെ കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയുമാണ്. അപ്പൊ എല്ലാവരും അതും കാണാൻ മറക്കരുത്. അത് കഴിയുമ്പോൾ നമ്മുടെ പല്ലവിയുടെയും സേതുവിന്റെയും വിശേഷവും ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഇതുപോലെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നിർത്തുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ടാറ്റാ, ബൈ ബൈ.